മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് നേരെ അനന്തുവിൻ്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. മോഹിനിയെ കാണുന്ന ഒറ്റ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കരുണ അങ്ങോട്ട് എത്തുന്നത്. അങ്ങനെ കരുണയെ കാണുന്നതും ലേഖയും മഹാലക്ഷ്മിയും ആണെങ്കിൽ അന്തിച്ച് തന്നെ നിൽക്കുകയാണ്. കാരണം ഇവളെന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ അനന്തവും ഇവളെ കാണുന്നതും പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവർ ദേഷ്യപ്പെടുമ്പോഴേക്കും അനന്തുവിനോടായിട്ട് കരുണ ചോദിക്കുന്നുണ്ട്, തനിക്കെന്താണോ ഇപ്പോൾ ഇവളോട് ഇത്ര സ്നേഹം, തൻ്റെ കുഞ്ഞാണോ ഇവളുടെ വയറ്റിൽ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നല്ല മറുപടി കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ലേഖയാണെങ്കിൽ മുന്നോട്ട് വരുന്നുണ്ട്. ലേഖയുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടിപ്പോകുന്ന കരുണയ്ക്കാണെങ്കിൽ ഒന്നും തിരിച്ചു പറയാനില്ലാതെ, ഞാൻ നിങ്ങളുമായിട്ടൊന്നും വഴക്കിടാൻ വന്നതല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അതിന് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്ന എൻ്റെ അമ്മയാണെങ്കിൽ അടുക്കളയിലുണ്ടെന്ന് പറയുന്നത് കേട്ട് അടുക്കളയിലോട്ട് ചെല്ലുകയാണ് നമ്മുടെ കരുണ. പിന്നീട് മോഹിനിയെ കാണുന്നുണ്ട്. അങ്ങനെ മോഹിനിയെ കാണുന്നതും കരുണയ്ക്കാണെങ്കിൽ ചെറിയൊരു സങ്കടം വരുന്നുണ്ട്. കാരണം അച്ഛൻ്റെ കൈവിരലുകളെല്ലാം അമ്മയുടെ മുഖത്ത് അതേപോലെ തന്നെ പതിച്ചിരിക്കുന്നത് കണ്ട് വളരെയേറെ വിഷമിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും കാണിക്കാതെ തന്നെ കരുണ മോഹിനിയുടെ അടുത്തോട്ട് തന്നെ ചെല്ലുന്നു. കരുണയെ കാണുന്ന മോഹിനിക്കാണെങ്കിൽ ആകെ ഒരു വിഷമം വരുന്നുണ്ട്. കാരണം കരുണ എന്തു പറയുമോ എന്നുള്ള ഒരൊറ്റ ചിന്ത തന്നെയാണ് മോഹിനിക്ക്. അങ്ങനെ കരുണ പറയുന്നുണ്ട്, അമ്മയുടെ മുഖത്തടിച്ചതിന് അച്ഛന് കിട്ടിയിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ. അതുകൊണ്ട് ഇനിയും അച്ഛനെയും മുത്തശ്ശിയെയും അമ്മ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ കേസ് പിൻവലിച്ച് അവരെ അവിടെ നിന്നും ഇറക്കിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണോ അമ്മേ? അവർക്ക് കിട്ടാനുള്ള ശിക്ഷ അവർക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ? അവരെ ഇനി കോടതിയിൽ കയറ്റണോ അമ്മേ എന്നെല്ലാം ചോദിക്കുന്ന കരുണയോട് മോഹിനി പറയുന്നുണ്ട്, എന്തിനാണ് മോളെ ഇപ്പോൾ ഇതെല്ലാം പറയുന്നത്? മോൾക്ക് എൻ്റെ അവസ്ഥ കണ്ടുകൂടെ എന്നെല്ലാം ചോദിക്കുമ്പോൾ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി എന്തിനാണ് അച്ഛനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അച്ഛനെയും മുത്തശ്ശിയെയും വെറുതെ വിടണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവരുടെ കേസ് പിൻവലിച്ചില്ലെങ്കിൽ അവരെ ഇനി കോടതിയിൽ കൊണ്ടുപോകും, അതിൽ നിന്നും അവരെ ജയിലിലോട്ട് അയക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മോഹിനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. മോഹിനി പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവർ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും മോൾ പറയുന്നത് പോലെ അന്ന് അവരോട് പറഞ്ഞു നോക്കാമെന്ന് പറയുന്നുണ്ട്. അതിന് പ്രകാരം മോഹിനിയാണെങ്കിൽ മുൻവശത്തോട്ട് വരികയാണ്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് കിടക്കുകയാണ് നമ്മുടെ കണ്ണൻ. പിന്നീട് അവരെല്ലാം നിൽക്കുന്നിടത്തോട്ട് മോഹിനിയും കരുണയും വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, മോള് പറയുന്നത് അവരുടെ കേസ് പിൻവലിക്കണമെന്നാണ്, മുത്തശ്ശിയെയും അച്ഛനെയും കണക്കിന് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ട മോളെ എന്ന് മഹിയോടായിട്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മോഹിനി. അപ്പോൾ മഹി പറയുന്നുണ്ട്, അമ്മേ, കേസ് പിൻവലിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്താൽ മാത്രമേ കേസ് പിൻവലിക്കാൻ പറ്റുമുള്ളൂ. അതിന് സമ്മതമാണോ ഇല്ലയെന്ന് അവളുടെ അച്ഛനോടും മുത്തശ്ശിയോടും ചോദിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന കരുണയാണെങ്കിൽ തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. എന്നിട്ട് SIയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അവർ കേസ് പിൻവലിക്കാം, അവർ പറയുന്ന എന്തോ ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്താൽ മാത്രമേ അതിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയോടും പ്രതാപനോടുമായിട്ടും ചോദിക്കുന്നുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് കേസ് പിൻവലിക്കണമെങ്കിൽ കുറച്ച് ഡിമാൻഡുകളെല്ലാം അംഗീകരിക്കണമെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതാപനാണെങ്കിൽ ചെറിയൊരു സംശയം തോന്നുന്നു. പ്രതാപൻ പറയുന്നുണ്ട്, ഇവളാണെങ്കിൽ എന്തോ ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. എൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലോട്ട് എഴുതി മേടിക്കാനും വല്ലതും ആണോ എന്നുള്ള ഒരു സംശയം പ്രതാപനും മുത്തശ്ശിക്കും ഉണ്ടാകുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണെങ്കിലും വേണ്ടിയില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ആ ഡിമാൻഡുകളെല്ലാം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എടാ പ്രതാപ, അല്ലാതെ ഇവിടെ നിന്ന് നമ്മളെ അവരെ ഇറക്കി വിടില്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അങ്ങനെ മനസ്സോടുകൂടി തന്നെ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആ ഡിമാൻഡുകൾ അംഗീകരിക്കാനായിട്ട് SIയുടെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അങ്ങനെ SI പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് മുദ്ര പേപ്പറുകളിലാണ് അവർ ഓരോ ഡിമാൻഡ് എഴുതിയിരിക്കുന്നത്. ആ ഡിമാൻഡുകളെല്ലാം 100% നിങ്ങൾ അംഗീകരിച്ചു കൊണ്ട് തന്നെ അതിൽ സൈൻ ചെയ്ത് തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കേസ് പിൻവലിക്കാം, നിങ്ങളുടെ നേരെയുള്ള ഈ കേസ് പിൻവലിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വായിച്ചു നോക്കിയിട്ട് പൂർണ്ണ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ അതിൽ ഒപ്പിട്ട് തരണമെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കുമാണെങ്കിൽ എന്തോ ഒരു പന്തികേട് മണക്കുന്നുണ്ട്. അവർ ഭയന്നത് പോലെ തന്നെ എന്തോ ആണ് ഇതിൽ എഴുതി കൂട്ടിയിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കും ആകെ ഒരു ഞെട്ടലുണ്ടാകുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും ആ മുദ്ര പേപ്പറിലുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്നത് ഈ കരുണാലയം മുഴുവൻ മോഹിനിയുടെ പേരിലോട്ട് എഴുതി തരണമെന്നും അതിൽ മഹാലക്ഷ്മിക്കും ചെറിയൊരു അവകാശമുണ്ടെന്നുമാണ് എഴുതിയിരിക്കുന്നത്. യാതൊരുവിധ അവകാശവും ഇല്ലാത്തത് പ്രതാപനാണെന്നും അതിൽ മുത്തശ്ശിക്കും യാതൊരു അവകാശമില്ലെന്നും മുത്തശ്ശി ഇനി അവിടെ തുടർന്ന് പോകരുതെന്നുമാണ് അതിലെഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മോഹിനിയുടെ ഇഷ്ടം പോലെ മോഹിനിക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം കൂടി എഴുതി നൽകണമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്.
ഇത് വായിക്കുന്ന പ്രതാപനും മുത്തശ്ശിക്കുമാണെങ്കിൽ ഒരടി കിട്ടിയതുപോലെ തന്നെയാകുകയാണ്. പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെ സ്വത്താണെങ്കിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതാപൻ്റെ സ്വത്താണെങ്കിൽ മോഹിനിക്കാണെങ്കിൽ വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അത് മാത്രമേ അവർക്ക് പോം വഴിയുള്ളൂ. അതുകൊണ്ട് മനസ്സോടുകൂടി തന്നെ പ്രതാപനും മുത്തശ്ശിയും ആ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കരുണാലയത്തിലെ എല്ലാ അവകാശങ്ങളും മോഹിനിയുടെയും മഹിയുടെയും പേരിൽ വന്നു ചേരുകയാണ്. യാതൊരുവിധ അവകാശവും അവിടെ പ്രതാപനും മുത്തശ്ശിക്കും ഇല്ലാതെയാകുന്നുമുണ്ട്. അങ്ങനെ മോഹിനിയാണെങ്കിൽ അവരെ അവിടെ നിന്നും ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.